തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ KR സുനിലിന്റെ കഥയിൽ മോഹൻലാൽ ശോഭന കോമ്പിനേഷൻ വീണ്ടും ഒന്നിച്ച് ഇപ്പോൾ തിയേറ്ററിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് റണ്ണായിക്കൊണ്ടിരിക്കുന്ന സിനിമ. നമസ്കാരം, എൻ്റെ പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. തുടരും എന്ന സിനിമയുടെ റിവ്യൂ ആയിട്ട് വന്നതല്ല, എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ അവിടെ പറയാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവരും സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ കാണാത്തവർ എത്രയും പെട്ടെന്ന് പോയി തിയേറ്ററിൽ തന്നെ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. തുടരും എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ എന്താ പറയുക, വലിയ ഹൈപ്പില്ലാതെ തന്നെ തിയേറ്ററിലേക്ക് എത്തിയൊരു സിനിമയായിരുന്നു. ഈ സിനിമയ്ക്കൊരു ഹൈപ്പ് ഉണ്ടായിരുന്നു. തരുൺ മൂർത്തി എന്ന ഡയറക്ടറിൻ്റെ മൂന്നാമത്തെ സിനിമ, എമ്പുരാൻ പോലൊരു വലിയ സിനിമയ്ക്ക് ശേഷം ലാലേട്ടൻ്റെ അടുത്തൊരു റിലീസ്. അതിന് മുമ്പ് തന്നെ പടത്തിൻ്റെ റിലീസ് ഒരുപാട് മാറിപ്പോയതായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം നമ്മളുടെ ശോഭന മോഹൻലാൽ കൂട്ടിയിട്ട് ഒന്നിക്കുന്നു. അങ്ങനെ ഒരുപാട് പ്രത്യേകത ഈ സിനിമയ്ക്ക് മലയാളി ഓഡിയൻസിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫീൽ ഗുഡായിട്ട്, എന്താ പറയുക, ഒരുപാട് ട്രോളുകളും നല്ല കോമഡികളൊക്കെ ഉള്ള, നല്ല പാട്ടുകളൊക്കെ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിയെ കാണിച്ചാണ് സിനിമ അകത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. സിനിമയുടെ ഇൻ്റർവൽ പോർഷനിൽ ഒരു സിനിമയുടെ ജോണർ തന്നെ ഫുള്ളായിട്ട് മാറുന്നുണ്ട്. ആ മാറുന്നത് നമുക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. വണ്ടർഫുൾ സ്ക്രീൻ പ്ലേ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. സിനിമോട്ടോഗ്രാഫി ആയിക്കോട്ടെ, ആ ഒരു ലൊക്കേഷൻസ് ആയിക്കോട്ടെ, ഇതിൽ ആക്ടേഴ്സ് ആയിക്കോട്ടെ. ഇത് പ്രകാശ് വർമ്മ എന്നൊരു പുതിയൊരു ക്യാരക്ടർ, ഒരു വില്ലൻ കഥാപാത്രം വരുന്നുണ്ട്. അതേ ഒരു ഡയറക്ടറാണ്, ഒരു ആഡ് ഫിലിം ഡയറക്ടറാണ്. പുള്ളിയുടെ പെർഫോമൻസ് നമുക്ക് തന്നെ തിയേറ്ററിൽ കയറി എണ്ണ പൊട്ടിക്കാൻ തോന്നുന്ന രീതിയിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടാകും പുള്ളി. അതുപോലെ ഭയങ്കര ഒരു നെയിൽ ബൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലർ എക്സ്പീരിയൻസ് സിനിമ തരുന്നുണ്ട്. ആ ഇൻ്റർവൽ പോർഷന് ശേഷം സിനിമ നന്നായിട്ട്, എന്താ പറയുക, ഒരു ടെൻഷൻ നമ്മളിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്ക് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് മോഹൻലാലിന് ഈ ഒരു സിനിമയ്ക്കകത്ത് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആക്കാൻ തരുൺ മൂർത്തി എന്ന ഡയറക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് സിനിമകളിൽ കുറച്ച് അദ്ദേഹം, എന്താ പറയുക, അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മൊബിലിറ്റി ഭയങ്കര കുറവായിരിക്കും. ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. മോഹൻലാലിൻ്റെ ശരീരം നന്നായിട്ട് അനങ്ങി, അദ്ദേഹം, എന്താ പറയുക, അദ്ദേഹത്തിന് മോഹൻലാൽ നടന് മാത്രമുള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതിന് ഡയലോഗ് പറയാൻ നേരത്ത്, അദ്ദേഹം ചിരിക്കാൻ നേരത്ത്, കരയാൻ നേരത്തില്ല, അതിൻ്റെ ബോഡിക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഈ കഴിഞ്ഞ പടങ്ങളിൽ അത് കാണാൻ ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ഈ പടത്തിൻ്റെ അകത്ത് പുള്ളി ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരു ആക്ടിവിറ്റി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ഫസ്റ്റ് ഹാഫൊക്കെ. ഞാൻ നേരത്തെ ഈ ഇൻ്റർവൽ പോർഷൻ കഴിയുന്നതായിരുന്നു. ആ ഇൻ്റർവൽ പോർഷൻ്റെ അവിടെ വന്നിട്ട് പടത്തിൻ്റെ ജേണർ മാറും. പക്ഷേ അത് ഭയങ്കര രസമാണ്. നമുക്ക്, എന്താ പറയുക, സീറ്റ് എഡ്ജിങ് ത്രില്ലർ തരുന്നുണ്ട്. ഭയങ്കര ഒരു വേദന സമ്മാനിക്കുന്നുണ്ട്. ഇമോഷൻസ് കണക്റ്റ് ആവുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് സിനിമാറ്റിക് ലിബേർട്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ തെറ്റല്ല, അത് ഭയങ്കര ഒരു ബ്ലെൻഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും നല്ല, എന്താ പറയുക, കഥാപാത്രം ടക്കനെ കൊണ്ടും, എന്താ പറയുക, ഒരു മാസ് അപ്പീൽ ആ കഥാപാത്രത്തിന് കൊടുത്തെങ്കിലും അത് നമുക്കൊരു കല്ലുകടിയായിട്ട് തോന്നുന്നില്ല. ആ സ്ക്രിപ്റ്റിന് അത് മാച്ച് ആവുന്നുണ്ടെന്നുള്ളൊരു വളരെ വളരെ ഒരു, എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നി. അത് എടുത്തുകൊണ്ട് പോയ രീതി വളരെ പെർഫെക്റ്റ് ആയിട്ട് തോന്നി. പടത്തിൻ്റെ ക്ലൈമാക്സ് ആക്ച്വലി, എന്താ പറയുക, ഭയങ്കര ഒരു ഭാരം തോന്നിക്കുമ്പോൾ തോന്നി. നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് ഭയങ്കര ഒരു ഭാരം തോന്നിക്കുമ്പോൾ ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. സിനിമയ്ക്കകത്ത് ഒരുപാട് റെഫറൻസുകൾ, ഒരുപാട്, എന്താ പറയുക, നല്ല നല്ല മുഹൂർത്തങ്ങൾ, ഒരുപാട് ട്രോളുകൾ. സെൽഫ് ട്രോളൊക്കെ സിനിമയ്ക്കകത്ത് ഒരുപാട് ആ പോർഷനിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ശോഭനയുടെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഇതിൽ വന്ന, എന്താ പറയുക, ബാക്കിയുള്ള കഥാപാത്രങ്ങൾ, ഇതിൻ്റെ കാസ്റ്റിംഗൊക്കെ പക്കയാണ് കേട്ടോ. ഇവരൊന്നും അഭിനയിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഭയങ്കര നാച്ചുറലായിട്ട് തന്നെ എല്ലാവരും അവരുടെ കഥാപാത്രങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. സിനിമയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ, മോഹൻലാൽ എന്ന കഥാപാത്രത്തിന് ഒരു ഒറ്റക്കൊമ്പനായിട്ട് സിനിമയ്ക്കകത്ത് കമ്പയർ ചെയ്തിട്ടുണ്ടാകും. ആ ഒരു, എന്താ പറയുക, ആ ഒരു ഫാമിലിയെ തന്നെ, എന്താ പറയുക, ഒരു ആനയായിട്ട് കമ്പയർ ചെയ്ത് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാകും. അതൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. സോ ക്ലൈമാക്സിൽ ആർക്കെങ്കിലും ഭയങ്കര ഒരു വെയിറ്റ് ഉള്ളതുപോലെ, ആ ക്ലൈമാക്സ് തീരാൻ നേരത്ത് ഭയങ്കര ഒരു, എന്താ പറയുക, ഒരു വെയിറ്റ് ഉള്ളതുപോലെ ഫീൽ ചെയ്തുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, മോഹൻലാൽ തുടരും. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും